പരിശുദ്ധ അമ്മയുടെ കളലിലിരുന്ന് ആത്മാക്കളെ നേടുവാനുള്ള കഴിവ് നാം സമ്പാദിക്കണം. എല്ലാ പ്രേക്ഷകരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ആൽബത്തോസ് സന്യാസ പരിശീലന കാലഘട്ടങ്ങളിൽ വലിയ മരിയഭക്തനായിരുന്നു. എന്നാൽ പഠനകാര്യങ്ങളിൽ വളരെ പിന്നോക്കവും. അങ്ങനെ ഒരു ദിവസം ദേവാലയത്തിൽ വെച്ച് തീരുമാനിച്ചു, മതി, സന്യാസം പൂർത്തിയാക്കി തിരികെ പോയേക്കാം. എന്നാൽ പരിശുദ്ധ അമ്മ ആൽബത്തോസിനോട് പറഞ്ഞു, മകനെ, നീ സന്യാസത്തിൽ തുടരണം. നിനക്ക് വേണ്ട എല്ലാ കൃപകളും ഞാൻ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരും. സന്യാസത്തിൽ തുടർന്ന ആൽബത്തോസ് വലിയ ഒരു മരിയഭക്തനായി എന്ന് മാത്രമല്ല, അഗാധ പണ്ഡിതനായി തീർന്നു. മരിയഭക്തിയുടെ മൽപ്പാനായി വിശുദ്ധനായ തോമസ് അക്വീനാസിന്റെ ഗുരുവാകാനുള്ള വലിയ കഴിവും തിരഞ്ഞെടുപ്പും പരിശുദ്ധ അമ്മ നൽകി. സ്നേഹിതരെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലുമുള്ള കുറവുകളിലേക്ക് അമ്മയെ വിളിച്ചാൽ മതി. പരിശുദ്ധ അമ്മ തീർച്ചയായും നമ്മുടെ ചാരെ അണയുക മാത്രമല്ല, നമുക്ക് ആവശ്യമായത് ചക്രവാള സീമകൾക്കപ്പുറത്തുമുള്ള ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരും. ചാര നിൽക്കുന്ന ദൈവത്തെ കാണാൻ ആന്തരിക നയനങ്ങൾ തുറക്കും. ഈ ഗാനത്തിന്റെ ഈരടികളിലൂടെ, ഗാനശകലങ്ങളിലൂടെ കടന്നുപോയി അമ്മയോട് ചേർന്ന് നമുക്കും പാടി പ്രാർത്ഥിക്കാം. സന്തോഷമാകിലും സന്തോഷമാകിലും മരിയേ നിൻ രൂപം മായുകില്ല. ചക്രവാളങ്ങൾ പകരുന്ന ശോണിമ സന്ധ്യയായാൽ പോയി മറയും. സന്തോഷമാകിലും സന്താപമാകിലും മരിയേ നിൻ രൂപം മായുകില്ല. എനിക്ക് ഈ ലോകത്തിൽ അമ്മ മാത്രം മതി, മറ്റൊന്നും വേണ്ട. പ്രാർത്ഥിക്കാം നമുക്ക്. 1000 കോടി ജന്മങ്ങൾ തന്നാലും അമ്മയില്ലാതൊരു ജന്മം വേണ്ട. 1000 കോടി ജന്മങ്ങൾ തന്നാലും അമ്മയില്ലാതൊരു ജന്മം വേണ്ട. 1000 പൊൻവെള്ളി നാണയം തന്നാലും അമ്മയെ കൂടാതെ ഒന്നും വേണ്ട. 1000 പൊൻവെള്ളി നാണയം തന്നാലും അമ്മയെ കൂടാതെ ഒന്നും വേണ്ട. ഈ മണ്ണിതിലെ ജീവിതത്തിൽ അമ്മയാണെന്നുമെന്നാശ്രയം. ചക്രവാളങ്ങൾ പകരുന്ന ശോണിമ സന്ധ്യയായാൽ പോയി മറയും. സന്തോഷമാകിലും സന്താപമാകിലും മരിയേ നിൻ രൂപം മായുകില്ല. ആൾദൈവങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ സ്വന്തം അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട് എളിമയാൽ നിറഞ്ഞ് ലോകത്തിന് വിസ്മയമായി. അമ്മേ മാതാവേ, ഞാനിതാ എന്നെ മുഴുവൻ അമ്മയ്ക്ക് തരുന്നു. സ്വന്തമായി സ്വീകരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മന്നിതിൽ മാനവ മിഴികൾക്കു മുൻ
മനുഷ്യദൈവങ്ങൾ പെരുകിടുമ്പോൾ മണ്ണിതിൽ മാനവമിഴികൾക്കു മുൻപിൽ മനുഷ്യദൈവങ്ങൾ പെരുകിടുമ്പോൾ താഴ്മയുടേവം ദാസിയായി മാറിയ മറിയമൊരാകാശ വിസ്മയമായി താഴ്മയുടേവം ദാസിയായി മാറിയ മറിയമൊരാകാശ വിസ്മയമായി എൻ ജീവിതത്തിൽ കാൽവരിയിൽ അമ്മയുടേവം ചേർന്നിടും ഞാൻ ചക്രവാളങ്ങൾ പകരുന്ന ശോണിമ സന്ധ്യയായാൽ പോയി മറയും സന്തോഷമാകിലും സന്താപമാകിലും മരിയേ നിൻ രൂപം മായുകില്ല. ആവേ മരിയ, ആവേ മരിയ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥനാപൂർവ്വം ഒരുമിച്ച് ചേരുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അവിടുത്തെ ദിവ്യവചസ്സുകൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ നാഥേ, അവിടുത്തെ ദിവ്യമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും സമർപ്പിക്കുന്ന അമ്മേ, സിഹിയോനിലെ അമ്മയുടെ സ്നേഹക്കൂട്ടായ്മയുടെ ആ ചിറകിൻ കീഴിലേക്ക് തൻ്റെ തിരുപുത്രൻ്റെ ശിഷ്യഗണങ്ങളെ ഒരുമിച്ച് ചേർത്ത ആ സ്നേഹം, ആ വാത്സല്യം ഞങ്ങൾക്കെല്ലാം സംലഭ്യമാകട്ടെ. അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥല എഴുന്നള്ളി വരണമേ. ഞങ്ങൾ നിറയണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ എത്രമാത്രം നനുത്ത വാത്സല്യത്തിൻ്റെ അനുഭവമാണ് അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. അമ്മ, ആ പദം തന്നെ നമ്മുടെ ഹൃദയത്തിന് ഒരു തണുവാണ്. അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത ദിവ്യമായ അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏറെയുണ്ട്. നമുക്കറിയാം, നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ പോലും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഓടിയണയുകയും ആ ശക്തമായ മാധ്യസ്ഥത്തിൽ അഭയം തേടുകയും ചെയ്യുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കാണുന്നു. അതേ പ്രിയമുള്ളവരെ, സകല ജനപദങ്ങളുടെയും നാഥയാണ് ഈ നല്ല അമ്മ. പലപ്പോഴും ചില ജീവിതങ്ങളൊക്കെ, ചില വ്യക്തിത്വങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്തിനാ ഇത്രമാത്രം പ്രാധാന്യത്തോടെ മറിയത്തെ നമ്മൾ കാണേണ്ടതുണ്ടോ? ചിലർക്ക് അങ്ങനെയാണ് ചിന്ത. യേശുവല്ലേ ഏകരക്ഷകൻ, പിന്നെ എന്തിനാ അതിനിടയിൽ ഒരു മധ്യസ്ഥ, ഒരു അപേക്ഷ ഇങ്ങനെ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുഹിതമാണ് ഭൂമിയിൽ രക്ഷ കൈവരുന്നത്. ഭൂമിയിൽ രക്ഷകനായി പുത്രൻ ജന്മമേകുന്ന ഒരു ഉദരം വേണമെന്ന് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതിനുവേണ്ടി പരിശുദ്ധ മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു. നമുക്കറിയാം. അപ്പം മറിയം വഴിയാണ് ഭൂമിയിലേക്ക് രക്ഷ കടന്നു വന്നത്. അതിന്നും തുടരുന്നു. ആ രക്ഷ കടന്നു വന്ന ആ മറിയത്തിൻ്റെ സ്നേഹവാത്സല്യം തിരുവചനത്തെ ഉദരത്തിൽ വഹിച്ച് ലോകത്തിന് രക്ഷയായി പ്രദാനം ചെയ്ത ആ നല്ലയമ്മ. അതുകൊണ്ട് തന്നെ മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്നൊരു ദിവ്യസ്നേഹ ആപ്തവാക്യം കൂടി സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ലതീഞ്ഞു പാടുമ്പോൾ, തിരുനാൾ വേളകളിലൊക്കെ ലതീഞ്ഞു പാടുമ്പോൾ, അമലോത്ഭവയ മാതാവേ നിൻ പാവനപാദം ചേരുന്നു, കനകാലയമേ കന്യാമ്പേ പരലോകത്തിൻ വാതിൽ നീ. കണ്ടോ? അമലോത്ഭവയ മാതാവേ നിൻ പാവനപാദം ചേരുന്നു, കനകാലയമേ കന്യാമ്പേ പരലോകത്തിൻ വാതിൽ നീ. എന്താ പരലോകം? അത് രക്ഷാ കേന്ദ്രമാണ്, യേശു വസിക്കുന്ന ഇടമാണ്. അപ്പോൾ
അവിടെ നമ്മൾ ചെന്നെത്തുവാൻ ഒരു വാതിൽ, അത് പരിശുദ്ധ മറിയമാണ്. വീണ്ടും നമ്മൾ പാടുന്നില്ലേ, നിതരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നേർവഴി കാട്ടുന്ന ദീപശിഖ. വഴി ആരാണ്? വഴി ഈശോയാ. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. അപ്പോൾ ആ വഴി കാട്ടിത്തരുന്ന ദിവ്യസ്നേഹ വെളിച്ചം, ദീപശിഖ, അത് മാതാവാ. ലുത്തിനിയായിൽ അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു, ആകാശമോക്ഷത്തിൻ്റെ വാതിലേ. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ കൂടാതെ രക്ഷാ കേന്ദ്രത്തിലേക്ക്, രക്ഷകനിലേക്ക് നടന്നെടുക്കുക സാധ്യമല്ല എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുക. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. മരിയ സ്നേഹം, മരിയ ഭക്തി, അത് ദൈവഹിതമാണ്. ചിലർക്കെങ്കിലും മനസ്സിലൊരു അസ്വസ്ഥത തോന്നും, ഇത്രമാത്രം മാതാവിനെ പ്രകീർത്തിക്കണോ? അത് ദൈവഹിതം തന്നെയാണ്. പ്രഭാഷകൻ 3-ാം അധ്യായം 4-ാം വാക്യം, അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കും. മാതാവിനെ എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും അത് അധികമാകില്ല. അങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ആരാ മഹത്വപ്പെടുന്നത്? അത് പരിശുദ്ധ തൃത്വമാണ്. അതുകൊണ്ട് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത്, അദ്ദേഹം നമ്മോട് പറഞ്ഞു തരികയാണ്, മറിയം എത്രയധികം അറിയപ്പെടുന്നു അത്രമാത്രം പരിശുദ്ധ തൃത്വം അറിയപ്പെടും. ഇന്ന് പരിശുദ്ധ മറിയം വേണ്ടത്ര രീതിയിൽ അറിയപ്പെടുന്നില്ലാത്തതിനാൽ വേണ്ടതുപോലെ പരിശുദ്ധ തൃത്വവും അറിയപ്പെടുന്നില്ല. അതുകൊണ്ട് സ്നേഹസഹോദരങ്ങളെ, ഈ അമ്മയുടെ മഹനീയത വർണ്ണിച്ചുദ്ഘോഷിക്കുക മക്കളായ നമ്മുടെ കടമയാണ്. ഒരിക്കലും അത് അധികമല്ല. അമ്മയെ നിഷ്കളങ്കമായി സ്നേഹിക്കുക, പുത്രസഹജമായ സ്നേഹത്തോടെ അമ്മയെ ആശ്ലേഷിക്കുക, അമ്മയുടെ ആ വിമല ഹൃദയത്തിൽ അഭയം പ്രാപിക്കുക. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് മുറുകെ വിളിച്ച് അമ്മയെ ഇറുകെ പുണർന്ന് നമ്മുടെ നല്ല അമ്മയെ മഹത്വപ്പെടുത്തിയ, അമ്മയിൽ അഭയം തേടിയ, അമ്മയിൽ ആശ്രയിച്ച ആരാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടത്? അതുകൊണ്ടല്ലേ വിശുദ്ധ കൊച്ചുത്രേസ്യയൊക്കെ നമുക്കറിയാമല്ലോ വേദപാരംഗതയായി മാറി. എന്താ നിഷ്കളങ്കമായ സ്നേഹം! കുഞ്ഞുനാളിൽ സ്വന്തം അമ്മ നഷ്ടപ്പായി. സ്വന്തം അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ആ കുഞ്ഞുമോള് കൊച്ചുത്രേസ്യ അഭയം തേടി അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ സ്നേഹത്തോടെ ചേർന്ന് നിന്ന് പറഞ്ഞു, അമ്മേ, ഇനി അമ്മയാണ് എൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, ആ അമ്മ നയിച്ചു. ഉണ്ണീശോയെ ഏറെ സ്നേഹിച്ച കൊച്ചുത്രേസ്യ, ഉണ്ണീശോയുടെ കൊച്ചുത്രേസ്യ എന്നാണ് നമ്മൾ വിളിക്കുക. വളരെ നിഷ്കളങ്കമായുള്ള സ്നേഹം ദൈവത്തിന് കാഴ്ചവെച്ചു. ദൈവത്തെ സ്നേഹിച്ചു, സ്വന്തം അപ്പനായി. മറ്റെല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു. ഈശോയോട് അവൾ ഇണങ്ങി, പിണങ്ങി, പുഞ്ചിരിച്ചു, കളി പറഞ്ഞു, തമാശ പറഞ്ഞു. ആ സ്നേഹമാണ് ദൈവസ്നേഹമെന്ന് അവൾ ലോകത്തെ കാണിച്ചു കൊടുത്തു. വലിയ തീവ്രമായ കാര്യങ്ങളൊന്നുമല്ല കൊച്ചുത്രേസ്യ ചെയ്തത്. വളരെ നിഷ്കളങ്കമായി, വളരെ സ്നേഹത്തോടെ ഈശോയെ സ്നേഹിച്ചു. ഇതിനിടയിൽ അവൾ എപ്പോഴും ഈശോയോട് സംസാരിക്കുമായിരുന്നു. ഈ സംസാരത്തിനിടയിൽ ഈ കൊച്ചുത്രേസ്യ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്താണെന്നറിയാമോ? ഈശോയെ, നീ ഇത്ര മിടുക്കനായി മാറിയില്ലേ? നീ ഇത്ര മിടുക്കനായി മാറിയതിൽ എനിക്കൊരു അത്ഭുതവും ഇല്ല. ഇങ്ങനെയൊരു അമ്മയുണ്ടെങ്കിൽ ആർക്കാ മിടുക്കരാകാൻ പാടില്ലാത്തത്? വളരെ ശ്രദ്ധേയമാണ് ആ വാക്കുകൾ. ഈശോയെ നോക്കി അവൾ പറഞ്ഞതാ, നീ വലിയ മിടുക്കനല്ലേ? നീ ഇത്രയും മിടുക്കനായി മാറിയതിൽ എനിക്കൊരു അത്ഭുതവും ഇല്ല. ഇങ്ങനെ ഒരു നല്ല അമ്മയുണ്ടെങ്കിൽ ആർക്കാ മിടുക്കരാകാൻ പാടില്ലാത്തത്? സ്നേഹസഹോദരങ്ങളെ, നമ്മുടെ കൊച്ചു ജീവിതം, നമ്മുടെ ജീവിതം ഏറ്റവും നന്മ നിറഞ്ഞതായി മാറണോ? ഏറ്റവും നന്മ നിറഞ്ഞതായി മാറണോ? അമ്മയെ മുറുകെ പിടിക്കുക. നമുക്കറിയാമല്ലോ, നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ആദ്യം നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുന്നത് എങ്ങനെയാണ്? തുടക്കം എങ്ങനെയാണ്? അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര. കണ്ടോ? അപ്പോൾ ഈ അളവില്ലാത്ത സകല നന്മ, അപ്പോൾ സകല നന്മയാണ് ദൈവം. സകല നന്മ, അളക്കാൻ പറ്റാത്ത നന്മ. ഈ നന്മ നിറഞ്ഞവൾ. കണ്ടോ? അപ്പം ദൈവം ആകുന്ന നന്മ നിറഞ്ഞവളാണ് മറിയം.
അതുകൊണ്ട് ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. അത് വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. പക്ഷെ ഒന്നുകൂടി നമ്മൾ പറയുക എന്ത്? നന്മയായ ദൈവം തന്നെ നിറഞ്ഞവൾ. ദൈവകൃപയിലുപരി സഭ അങ്ങോട്ട് വിശേഷിപ്പിക്കുകയാണ്. ദൈവകൃപ എന്നതിലുപരി ദൈവകൃപ നിറഞ്ഞു എന്നതല്ല, നന്മ നിറഞ്ഞു. നന്മ നിറഞ്ഞു എന്ന് പറയുമ്പോൾ അളവില്ലാത്ത സകല നന്മ സ്വരൂപൻ, ഈ സ്വരൂപൻ നിറഞ്ഞ പാത്രം, അതാണ് മറിയം. അപ്പോൾ ആ സകലവിധ നന്മകളും നിറച്ചു വെച്ചിരിക്കുകയാണ് അമ്മയിൽ. നമുക്ക് നന്മ വേണോ? നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാകണോ? നമ്മുടെ ജീവിതം വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും ഭക്തിയുടെയും പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെയും ഹൃദയനിറവായി മാറണോ? ഈ നന്മ നിറഞ്ഞ പാത്രത്തെ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിൻ്റെ പാത്രമേ, എന്തെല്ലാം വിശേഷണമായി ഈ അമ്മയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മേരി നാമമില്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ ക്രിസ്തീയ കുടുംബങ്ങളിൽ? അമ്മയുടെ പേരില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബമുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടാകും. മേരി, അല്ലെ മറിയക്കുട്ടി, അല്ലെ മറിയം, ഇനി റോസ, ഇതൊക്കെ ഈ അമ്മയുടെ പര്യായങ്ങളാണ്. അമ്മയുടെ നാമം കുഞ്ഞുമേരി, മേരിക്കുഞ്ഞ്, അങ്ങനെ ഏതെല്ലാം പേരിൽ, ഏതെല്ലാം വിശേഷണങ്ങൾ അമ്മ അറിയപ്പെടുകയാണ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അമ്മയുടെ നാമത്തിൽ എത്രയോ കത്തീഡ്രലുകൾ, എത്രയോ ദേവാലയങ്ങൾ, എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ പെയിൻറ്റിങ്സുകൾ, എത്രയോ ഗ്രന്ഥങ്ങൾ, എത്രയെത്രയോ വിശേഷണങ്ങൾ. ഇത് വെറുതെ കുറിച്ചതാ? ഇത് വെറുതെ നൽകിയതാണോ? അല്ല, ഇത് ദൈവഹിതമായിരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം അത്. കാരണം എന്താണെന്നറിയാമോ? ഈ അമ്മയെപ്പോലെ ഫിയാത്ത് പറഞ്ഞ് എന്ത്? ഇതാ കർത്താവേ അങ്ങയുടെ ദാസി എന്ന് പറയുന്ന സമർപ്പണം. അതുപോലെ ലോകത്തിൽ ആരാ സമർപ്പിച്ചത് പ്രിയമുള്ളവരെ? അപ്പോൾ അമ്മയുടെ കുഞ്ഞായി മാറിയാൽ നമ്മുടെ ജീവിതം സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ തുടങ്ങും. കാരണം നമ്മളെ പഠിപ്പിക്കുന്നത് അമ്മയാണ്. അമ്മ സമർപ്പിച്ചവളാണ്. അമ്മയെ നമ്മൾ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചാൽ, അല്ലെങ്കിൽ അമ്മയുടെ ആ വിമല ഹൃദയത്തിൽ ജീവിതം ചേർത്ത് വെച്ചാൽ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ എന്തിനാ തളരുന്നത്? പിന്നെ എന്തിനാ പതറുന്നത്? പിന്നെ എന്തിനാ ഇടറുന്നത്? പിന്നെ എന്തിനാ കണ്ണീരൊഴുക്കുന്നത്? ഈ നല്ല അമ്മ സ്നേഹസാന്ത്വനമല്ലേ? എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും തീരുകയില്ലല്ലോ അമ്മയുടെ ദിവ്യസ്നേഹനാമ മഹത്വം. ഈശോയ്ക്ക് എത്ര ഇഷ്ടമാണെന്ന് പറയാൻ പോലും പറ്റിയല്ല. അത്രമാത്രം ഇഷ്ടമാണ് ഈശോയ്ക്ക് ഈ അമ്മയെക്കുറിച്ച് പറയുക. വിശുദ്ധ ആൻസലമിനോട് ഈശോ പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. ഇത്തരുണത്തിൽ വിശുദ്ധ ആൻസലമിനോട് ഈശോ പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യർ ആരും എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അമ്മയെ ആദരിക്കുന്നില്ല, എൻ്റെ അമ്മയെ വേണ്ടത്ര രീതി പരിഗണിക്കുന്നില്ല. ഈശോയുടെ സങ്കടം അത്. ആൻസലം എഴുതുകയാണ്, വിശുദ്ധ ആൻസലം എഴുതുകയാണ്, സകല മനുജ വംശമേ നിങ്ങൾ ഓടി വരിക മറിയത്തിനരികിലേക്ക്. കാരണം ഈശോയുടെ സങ്കടമകറ്റുവാൻ അമ്മയെ നിങ്ങൾ പ്രകീർത്തിക്കുക. കാരണം ഈ അമ്മ മനുഷ്യവംശത്തിൻ്റെ പാപികളുടെ മോചനത്തിന് വേണ്ടി ആ രക്ഷകനെ നൽകി. അമ്മ ഉൾത്തുടിപ്പോടെയാണ് കാത്തിരിക്കുന്നത്. ഈ രക്ഷകനെ മാനവകുലത്തിന് നൽകി പാപത്തിൽ നിബന്ധിച്ച മക്കളെ നേടുവാൻ വേണ്ടി ഈ അമ്മ എന്തുമാത്രം വേദനയാ എടുക്കുക, എത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോവുക. അതേ പ്രിയമുള്ളവരെ, നമ്മളെല്ലാം മക്കളെ ജീവിക്കാൻ വേണ്ടി വളർത്തുമ്പോൾ ഈ അമ്മ തൻ്റെ പൊന്നുമോനെ കൊല്ലാൻ വേണ്ടി വളർത്തി, എന്ന് പറഞ്ഞാൽ ബലി കൊടുക്കാൻ വേണ്ടി വളർത്തി. അങ്ങനെയെങ്കിൽ ഈ അമ്മയോടുള്ള സ്നേഹം, അമ്മയോടുള്ള ആദരവ്, അമ്മയോടുള്ള ഭക്തി അതൊരിക്കലും അധികമല്ലല്ലോ. വിശുദ്ധ ബെർണാർഡ് പറയുന്നത് കാര്യം ശ്രദ്ധേയം. എന്താണെന്നറിയാമോ? ബെർണാർഡ് പറയുന്നു, ശ്വാസോച്ഛ്വാസം ഉണ്ട് എങ്കിൽ അതിനർത്ഥം ശരീരത്തിന് ജീവനുണ്ടെന്നാണ്. എന്നതുപോലെ പരിശുദ്ധ മറിയത്തെക്കുറിച്ചൊരു ചിന്ത, ഒരു പ്രാർത്ഥന, ഒരു ആശ്രയബോധം
നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷകനിലേക്ക് നടന്നടുക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണെന്നാണ് പറയുക. എങ്ങനെ? ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരത്തിന് ജീവനുണ്ടെന്നത് അടയാളമാണ്, വ്യക്തമാണ്. എന്നതുപോലെ നീ അമ്മയിൽ ആശ്രയിക്കുന്നുണ്ടോ, മറിയത്തിൽ ആശ്രയിക്കുന്നുണ്ടോ എങ്കിൽ നീ രക്ഷകനായ യേശുവിൽ ചേർന്നു എന്നതിന് തെളിവാണെന്നാണ് ബെർണാർഡ് ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഈ അമ്മയെ തന്ന ദൈവത്തോട് നന്ദി പറയാം. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാൻ ഇനി തളരുകയില്ല. പരിശുദ്ധ മേരി അമ്മേ, നീ എൻ്റെ സർവ്വമല്ലേ. അമ്മയോട് ചേരാം, അമ്മ വഴി ഈശോയിലേക്ക് നടന്നെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇത്ര നല്ല ഒരു അമ്മയെ ഞങ്ങൾക്ക് നൽകിയല്ലോ നാഥ, ഞങ്ങൾ നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ പാതയിൽ നന്മ നിറഞ്ഞവരായി ഞങ്ങൾക്ക് വളരുവാൻ വിനയത്തിൽ, വിശുദ്ധിയിൽ, എളിമയിൽ, അനുസരണത്തിൽ, ഭക്തിയിൽ, പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ ഈ അമ്മയെ ഞങ്ങൾക്ക് നൽകിയ നാഥ നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, നല്ല അമ്മേ, അമ്മ ഞങ്ങളുടെ കരം പിടിക്കണമേ, അമ്മ ഞങ്ങളെ വഴി നടത്തണമേ, പരിപാലിക്കണമേ, ഈശോയിൽ ചേർക്കണമേ. ആമേൻ. കുഞ്ഞുങ്ങളെ പോലെ നമുക്ക് മറിയത്തിൻ്റെ പക്കലേക്ക് പോകാം. വിശുദ്ധ ബ്രിജിറ്റ് നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ പരിശുദ്ധ അമ്മയുടെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കണമെന്ന്. വിശുദ്ധ ബ്രിജിറ്റ് കൂട്ടിച്ചേർത്ത് പറയുന്നു, അമ്മയുടെ മുഖത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അമ്മ അനുഭവിച്ച ആ ദൈവസ്നേഹത്തിൻ്റെ പ്രവാഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അമ്മ ഒഴുക്കുമെന്ന്. വിട്ടുപിരിയാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ അമ്മേ, ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അറിവിനപ്പുറത്ത് സ്നേഹത്തിൻ്റെ തണലിൽ വിശ്രമിക്കാൻ അമ്മേ മാതാവേ, സഹന വഴികളിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ കടന്നുപോയി നമുക്ക് പ്രാർത്ഥിക്കാം, പാടാം, അമ്മയോട് ചേർന്നിരിക്കാം. വരണ്ടുണങ്ങിപ്പോയ എൻ്റെ ജീവിത വഴികളിൽ ആത്മാവിൻ്റെ മഴ സമൃദ്ധമായി അമ്മേ മാതാവേ പെയ്തിറങ്ങാൻ പ്രാർത്ഥിക്കണമേ. ഫലം നിറഞ്ഞ ജീവിതം വഴി സഹോദരങ്ങൾക്ക് താങ്ങും തണലുമാകാൻ എൻ്റെ സഹനത്തെ ദൈവീഷ്ടമായി എടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തിൽ നീരും
നിത്യം പരിശുദ്ധ മറിയമാം അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എൻ്റെ ഇരവിലും പകലിലും ദൈവിക ഇടപെടലുകളെ കണ്ട് നന്ദി പറഞ്ഞ് ദൈവത്തോടൊന്ന് ജീവിക്കാൻ പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ എനിക്ക് താങ്ങും കാവലുമായി നിൽക്കണമേ. അമ്മയുടെ നെഞ്ചോട് ചേർത്ത് എന്നെ പിടിക്കണമേ. പാപികൾക്കിന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ. പാപച്ചേറ്റിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേകാൻ നിൻ കണ്ണീരൊപ്പാൻ നിന്നെ എന്നും മാറോട് ചേർക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളുടെ സങ്കേതമായ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പാപികളുടെ സങ്കേതമായ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പാപികളുടെ സങ്കേതമായ മറിയമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.